മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗംഗാധരനും രാജീവനും വൈജയെ കാണാനായി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ്. സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ SIയുടെ മുറിയിലേക്കാണ് ഗംഗാധരനും രാജീവനും കയറി ചെല്ലുന്നത്. SIക്ക് അവർ രണ്ടുപേരെയും മുൻപരിചയമുള്ളത് കൊണ്ട് തന്നെ വരൂ കയറിയിരിക്കൂ എന്നൊക്കെ നല്ല മര്യാദപൂർവ്വം തന്നെയാണ് അദ്ദേഹം അവരോട് പെരുമാറുന്നത്. രാജീവൻ SIയോടായി ചോദിച്ചു, ഞങ്ങളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓ മനസ്സിലായി, ഇരുന്നാലും എന്ന് പറഞ്ഞു. രാജീവൻ അടുത്ത ചോദ്യം SIയോട് ചോദിക്കുകയാണ്, എന്താണ് വൈജയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്ന്. ഉടനെ തന്നെ SI ഗംഗാധരനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഈ കേസിൻ്റെ ഗൗരവത്തെക്കുറിച്ചിട്ട്. നിങ്ങൾ ആദ്യം തന്നെ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് ജാമ്യമെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നോക്കുക. അതിനുശേഷം കേസ് കോടതിയിൽ വരുമ്പോൾ അവിടെ എങ്ങനെയാണ് വാദിക്കേണ്ടതെന്ന് വക്കീൽ തീരുമാനിച്ചുകൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ SI ചോദിക്കുന്നുണ്ട്, ഞാൻ ബാലചന്ദ്രനെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി, എന്താ അദ്ദേഹം വന്നില്ലേ? അദ്ദേഹം ഒന്നും വരാൻ പോകുന്നില്ല സർ. സാറിന് അവിടെ നടക്കുന്ന കാര്യഗൗരവങ്ങൾ മനസ്സിലാവാഞ്ഞിട്ടാണ്. അവിടെ അങ്ങനെ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. കാര്യമായൊരു സഹകരണമൊന്നും പരസ്പരം ആരും തമ്മിലില്ല. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കും അത് മനസ്സിലായ കാര്യമാണ്. എങ്കിലും ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ സർ, കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞങ്ങൾക്ക് വൈജയെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഓ അതിനിപ്പോൾ എന്താ, നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് രണ്ടാളോടുമായിട്ട് SI പറയുന്നുണ്ട്. രണ്ടുപേരും വൈജ നിൽക്കുന്ന മുറിയിലേക്കായി കടന്ന് ചെല്ലുകയാണ്. വൈജയെ സെല്ലിലൊന്നുമല്ല, അവിടെ ഒരു മുറിയിൽ ഒരു ബെഞ്ചിലായിട്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. വൈജ രണ്ട് സഹോദരങ്ങളെയും കണ്ടതോടെ വൈജയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടമായി. സങ്കടം സഹിക്കാൻ വയ്യാതെ വൈജ മുഖം പൊത്തി കരഞ്ഞു. ഗംഗാധരനും രാജീവനും അത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഈ വരുത്തി വെച്ചതൊക്കെ തൻ്റെ സഹോദരി തന്നെയാണെന്ന് അവർക്കെല്ലാം അറിയാം. എങ്കിലും തൻ്റെ സഹോദരിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ എന്ന വിഷമം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. ഗംഗാധരൻ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ പോലും വൈജയെ കാണണം, ഒരടി കൊടുക്കണം എന്നൊക്കെയായിരുന്നു മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ വൈജയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത കുറ്റബോധമുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്, ക്ഷീണമുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഗംഗാധരന് സഹിക്കാൻ കഴിഞ്ഞില്ല. വൈജയുടെ അരികിലേക്കായി നടന്നു ചെന്നുകൊണ്ട് ഗംഗാധരൻ വൈജയോട് ചോദിച്ചു, എന്തൊക്കെയാണ് വൈജയെ നീ ഈ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് അല്പം പോലും സ്വബോധമില്ലാണ്ടായോ? നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നിനക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ലേ? നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ വൈജയെ? നീ എന്തിനാണ് വൈജയെ ആ പെൺകുട്ടിയോട് ഇത്രയ്ക്കും വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കുന്നത്? അതൊരു സാധു കുട്ടിയല്ലേ, നിനക്കറിയാവുന്നതല്ലേ അവൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ. നീയും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോന്നിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയല്ലേ. നീ എന്താണ് ആ കുട്ടിയെ നിന്നിലൂടെ കാണാൻ ശ്രമിക്കാത്തത്, അല്ലെങ്കിൽ നിൻ്റെ മകളായിട്ട് കാണാൻ ശ്രമിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും വൈജ തിരിച്ചൊന്നും തന്നെ പറയുന്നില്ല. വീണ്ടും രാജീവൻ അല്പം ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, വൈജെ നിന്നോടാണ് ഈ ചോദിച്ചതെല്ലാം, നിനക്ക് മറുപടിയില്ലേ? ഗംഗേട്ടാ, എനിക്കറിയാം ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കടന്നു പോകുന്ന മാനസികാവസ്ഥ. ഞാൻ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടവളാണ്. എനിക്ക് 4 മക്കളുണ്ട്. ആ 4 പേരും ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് മാത്രമാണ് അവർക്ക് കാര്യം. അവരെന്നെ ഒരല്പം പോലും വില വെക്കുന്നില്ല. എനിക്കിതെല്ലാം സഹിക്കാവുന്നതിനപ്പുറത്താണ്. അതെല്ലാം പോരാഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിന് പേരുദോഷമുണ്ടായവൾ തന്നെ എൻ്റെ വീട്ടിൽ കയറി പറ്റിയിരിക്കുന്നു. അവളെ കണ്ടതോടുകൂടി എൻ്റെ സകല നിയന്ത്രണവും തെറ്റി. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പോലും ബാലചന്ദ്രൻ അലീനയെ വീട്ടിലേക്ക് അടുപ്പിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അവൾ വന്നതോടെ ബാലചന്ദ്രൻ അലീനയെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഗംഗേട്ടാ. നിയന്ത്രിക്കാൻ കഴിയണമായിരുന്നു വൈജയ്. നിന്നോട് ബാലചന്ദ്രൻ പറഞ്ഞ ഒരു വാക്കെങ്കിലും നിനക്ക് അനുസരിക്കാമായിരുന്നു. നിന്നോട് ബാലചന്ദ്രൻ പറഞ്ഞതല്ലേ, നീ നല്ലൊരു കുടുംബിനിയായാൽ, നല്ലൊരു ഭാര്യയായാൽ
നല്ലൊരമ്മയായ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചു തരാമെന്ന് അലീനയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരു കുടുംബമായി കഴിയാമെന്ന് നീ എന്താണ് അതൊന്നും ചിന്തിക്കാതെ പോകുന്നത്? എനിക്കറിയില്ല ഗംഗേട്ടാ, ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നതെന്ന്. എൻ്റെ മനസ്സിലപ്പോൾ ശരണ്യയോടുള്ളതും ബാലചന്ദ്രനോടുമുള്ള പക മാത്രമായിരുന്നു. ശരണ്യയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം. എൻ്റെ മക്കളാരും തന്നെ അവളെ സ്നേഹിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ അവൾ കാരണം എൻ്റെ വീട്ടിലുണ്ടായ ദോഷങ്ങൾ. നാട്ടുകാർ മുഴുവൻ എൻ്റെ വീടിന് നേരെ കല്ലെറിഞ്ഞില്ലേ? ബാലചന്ദ്രൻ്റെ ഷോപ്പുകളെല്ലാം അടിച്ചു തകർത്തില്ലേ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും എനിക്ക് ആരുടെയും മുഖത്ത് തല ഉയർത്തി നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഗംഗേട്ട? ഉടനെ തന്നെ ഗംഗേട്ടൻ മറുചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാത്തിനും കാരണം ശരണ്യ തന്നെയാണെന്ന് ഇപ്പോഴും നീ മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? ശരണ്യയ്ക്കു നേരെ നിൻ്റെ മകനും നിൻ്റെ സഹോദരൻ്റെ മകനും ഒക്കെ കാണിച്ചു കൂട്ടിയതൊക്കെ അപ്പോൾ എന്തായിരുന്നു? അതിന് ആ കുട്ടി എങ്ങനെയാണ് നിങ്ങളോടൊക്കെ പ്രതികരിക്കേണ്ടത്? ആ കുട്ടിയുടെ വീട്ടുകാർ പോലും എല്ലാം മറന്നുകൊണ്ട് നിൻ്റെ വീട്ടിൽ കയറി വന്നില്ലേ? അവരെയും നീ അധിക്ഷേപിച്ചു വിട്ടില്ലേ? ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് വൈജയ്? നിൻ്റെ ഭർത്താവ് ഇപ്പോഴും നിന്നോടൊപ്പം ജീവിക്കുന്നത് പോലും ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്നിട്ടും നീ മാത്രമാണ് ഇങ്ങനെ അഹങ്കാരം കാണിച്ച് നടക്കുന്നത്. ഇല്ല ഗംഗേട്ടാ, ഞാൻ ആരോടും കാണിക്കുന്നില്ല എൻ്റെ വാശിയും വൈരാഗ്യവും ഒന്നും. എനിക്കിപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നുമുണ്ട്. ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്. അതിനുള്ള ശിക്ഷ തന്നെ ദൈവം എനിക്ക് തന്നില്ലേ? എൻ്റെ നേരെ തന്നെ അത് തിരിച്ചു വിട്ടില്ലേ? എന്നെ ഇവിടെ നിന്നൊന്ന് ഇറക്കുക ഗംഗേട്ടാ, എനിക്ക് ശ്വാസം മുട്ടുന്നു. രാജീവൻ തിരിച്ച് പറയുന്നുണ്ട്. അനുഭവിക്കണം, നീ ഈ ശ്വാസം മുട്ടൽ അനുഭവിക്കണം. നിൻ്റെ ഈ സ്ഥാനത്ത് ആ പെൺകുട്ടിയായിരുന്നില്ലേ ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്? പിന്നെ നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നിൻ്റെ വീടിന് നേരെ കല്ലെറിഞ്ഞതും നിനക്ക് പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടാക്കിയതൊക്കെ ശരണ്യ കാരണമാണെന്ന്. ഇപ്പോൾ ഇതൊക്കെ നാട്ടിലാരും അറിഞ്ഞിട്ടില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ബാങ്ക് ഉദ്യോഗസ്ഥയായ സ്ത്രീ മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ വിൽപ്പനയുണ്ടെന്ന് നാട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചോ? വൈജയ്ക്ക് അത് കേട്ടതോടെ എന്തെന്നില്ലാത്ത ഷോക്കായി. ഗംഗേട്ടാ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇല്ല വൈജയ്, നീ സമാധാനപ്പെട്. ഞാനെന്തായാലും വക്കീലിനെ കാണാനായിട്ട് പോവുകയാണ്. നമുക്ക് വക്കീലിനെ കണ്ടതിന് ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. പിന്നെ നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് പുറത്തിറങ്ങിയതിന് ശേഷം പറയാം. എന്തായാലും നിനക്ക് ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോയെന്ന് ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാളും വൈജയോട് യാത്ര പറഞ്ഞ് SIയോടും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. രണ്ടാളും പോകുന്നത് വക്കീൽ ഓഫീസിലേക്ക് തന്നെയാണ്. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വക്കീൽ വൈജയ്ക്കുള്ള ജാമ്യവും റെഡിയാക്കുന്നുണ്ട്. ജാമ്യത്തിൻ്റെ പുറത്ത് വൈജ പുറത്തിറങ്ങുകയാണ്. വൈജ ഗംഗാധരനും രാജീവനുമൊപ്പം വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കാറിലിരുന്ന് അവരുടെ സംഭാഷണം തുടരുന്നുണ്ട്. രാജീവൻ വൈജയെ ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക്. നീ ബാങ്കിലേക്ക് പോയി തുടങ്ങ്. നിൻ്റെ മനസ്സൊക്കെ അവിടെ ചെല്ലുമ്പോൾ ശാന്തമാകും. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, നാട്ടിലെല്ലാവരും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ആ SIക്ക് നിന്നോടെന്തോ സഹതാപം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതൊന്നും അയാൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു കേസായതുകൊണ്ട് കേസെടുക്കാതിരിക്കാനും നിവർത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് അയാളത് കേസ് രജിസ്റ്റർ ചെയ്തതും. എന്തായാലും അധികം നൂലാമാലകളില്ലാതെ നിനക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്തോ ഒരു മഹാഭാഗ്യം തന്നെയാണ് വൈജയ്. ഗംഗേട്ടൻ വൈജയോടായി പറയുകയാണ്. രാജീവൻ പറഞ്ഞതുപോലെ നീ പെട്ടെന്നൊന്നും ബാങ്കിൽ ജോലിക്കൊന്നും പോയി തുടങ്ങണ്ട. നിന്നെ ഞാൻ കൊണ്ടുപോവാണ്. നീ 2 ദിവസം എൻ്റെ കൂടെ അവിടെ വന്ന് നിൽക്ക്. 2 ദിവസം എന്നല്ല, കുറച്ച് ദിവസം. നിൻ്റെ ഈ മൈൻഡൊക്കെ ഒന്ന് ശരിയായിട്ട് നിനക്കിവിടേക്ക് തിരിച്ചു വരാം. എന്നിട്ട് നീ ജോലിക്കൊക്കെ പോയി തുടങ്ങിയാൽ മതി. അപ്പോൾ തന്നെ നിനക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഇതിപ്പോൾ നീ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നതിൻ്റെ മാനസികമായ ബുദ്ധിമുട്ടും നിനക്കുണ്ടല്ലോ. അത് പറ്റില്ല ഗംഗേട്ടാ. എനിക്ക് ഇവിടെ നിന്നും എവിടേക്കും മാറി നിൽക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റപ്പെട്ട ഫീല് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ നിന്ന് നിങ്ങളോടൊപ്പം പോന്നാൽ
ഇവരെ ആരെയും കാണാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത മാനസിക ബുദ്ധിമുട്ട് കൂടും. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു വരവിന് ഞാൻ തയ്യാറല്ല. ഗംഗേട്ടനും രാജീവനും എനിക്ക് വേണ്ടി ബാലചന്ദ്രനോടൊന്ന് സംസാരിച്ചാൽ മതി. നിനക്ക് വേണ്ടി ഇനി ബാലചന്ദ്രനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ് വൈജയ്? വേറൊന്നുമല്ല, എൻ്റെ മനസ്സ് ശാന്തമാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അലീന വീട്ടിൽ നിൽക്കണം. എന്നോട് അവൾ പഴയതുപോലെ നല്ല രീതിക്കൊക്കെ ഒന്ന് പെരുമാറണം. അവളുടെ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവൾ എൻ്റെ കൂടെ നിന്നിരുന്നത്. അന്നൊന്നും അവൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇന്ന് അമ്മയും മകളും പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ബാലചന്ദ്രനും മക്കളും ഒന്നായതുപോലെ ഞാനും അലീനയും ഒന്നാവാൻ അതിനെനിക്കിപ്പോൾ ബാലചന്ദ്രൻ്റെ സഹായം വേണമല്ലോ. എനിക്ക് ചോദിക്കാൻ വയ്യ. ഗംഗേട്ടൻ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ ബാലചന്ദ്രനോട്? കൊള്ളാം വൈജയ്, നീ ഈ പറഞ്ഞ കാര്യം ആരെക്കൊണ്ടും നടത്തിയെടുക്കാൻ പറ്റുന്നതല്ല. ഇത് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ അത് നീ മാത്രമാണ്. നിന്നിൽ വരുന്ന മാറ്റമാണ് ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ആ സമയം. അല്ലാതെ ഇതാർക്കും സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല വൈജയ്. നടക്കും ഗംഗേട്ടാ, നിങ്ങളെല്ലാവരും കൂടി ബാലചന്ദ്രനോട് ഒന്ന് പറഞ്ഞാൽ മതി. കൊള്ളാം, ഇതൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞതല്ലേ വൈജയ്? എന്നിട്ടും നടക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് നീ വീണ്ടും വീണ്ടും ഞങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ എന്നെ സ്നേഹിക്കണമെന്ന് പറയണ്ട, എന്നോട് സംസാരിക്കണമെന്നുമില്ല. പക്ഷേ ഞാനുള്ള വീട്ടിൽ അലീനയെ നിർത്താൻ ബാലചന്ദ്രൻ സമ്മതിക്കാത്തത് അതെന്തുകൊണ്ടാണ്? അതെങ്കിലും നിങ്ങൾക്കൊന്ന് പറയാമല്ലോ. ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ തന്നെയാണ്. നീ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിനക്ക് നിൻ്റേതായ പിടിവാശികളുണ്ടായിരുന്നു. ഇപ്പോൾ ശരണ്യയുടെ കാര്യം പോലും എല്ലാവരും നിന്നെ വെറുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നിൻ്റെ പെമ്മക്കൾ പോലും. അലീനയും മാത്രമല്ല ഞാൻ പറഞ്ഞത്, നിൻ്റെ 2 പെമ്മക്കൾ അല്ലാതെ ഉണ്ടല്ലോ നിനക്ക്. ഇപ്പോൾ നിൻ്റെ മകൻ പോലും നിന്നെ വെറുത്തിട്ട് തന്നെയല്ലേ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യരുതെന്ന് നിൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് നിൻ്റെ മകൻ പോയത്. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് വൈജയ്? ഞാൻ പറഞ്ഞില്ലേ ഗംഗേട്ടാ, എൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എനിക്ക് വേണ്ടി ബാലചന്ദ്രനോട് ഒന്ന് സംസാരിച്ച് നോക്കുമോ എന്ന് വീണ്ടും വീണ്ടും വൈജ പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇപ്പോൾ തന്നെ നീ അവിടെ ചെന്ന് കയറുമ്പോൾ ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കില്ല. പക്ഷേ നീ അതിന് തിരിച്ചൊന്നും തന്നെ പറയരുത്, പ്രതികരിക്കരുത്. നിനക്ക് ആ വീട്ടിൽ കയറിക്കൂടണമെങ്കിൽ മാത്രം. ഗംഗേട്ടൻ അത് പറഞ്ഞു നിർത്തുമ്പോൾ വൈജ സമ്മതമെന്ന രീതിയിൽ ഒന്നും മിണ്ടാതെ തന്നെ ഗംഗേട്ടനെ നോക്കിയിരിക്കുകയാണ്. അവരുടെ സംസാരം നീണ്ടുകൊണ്ടിരിക്കെ അവർ നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുകയാണ്. ഇതേ സമയം എല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. ഗംഗാധരനും വൈജയും രാജീവനും അകത്തേക്ക് കയറുമ്പോഴേക്കും ബാലചന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തുടങ്ങുകയാണ്. ആ മക്കളെ, ദേ വന്നിട്ടുണ്ട്. കയ്യിൽ മയക്കുമരുന്നോ എന്തെങ്കിലും അങ്ങനെയുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് പരിശോധിച്ചോ. ആരുടെ ബാഗിൽ പൂത്തി വെച്ചിട്ട് ഏത് പോലീസിനെയാണ് വിളിച്ചു വരുത്താൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. വാശിയും വൈരാഗ്യവും ഒക്കെ ഉള്ളിൽ കൊണ്ട് നടന്ന് തക്കം കിട്ടുമ്പോൾ തീർക്കാനായിട്ട് സ്വന്തം ജീവിതം പോലും നശിപ്പിക്കാൻ മടിക്കാത്തവരാണ്. ആരും പരസ്പരം ഇവരെ വിശ്വസിക്കരുത്. ബാലചന്ദ്രൻ വൈജയന്തിയെ ഇങ്ങനെയുള്ള ഓരോ വാക്കും കുത്തി കുത്തി പറയുമ്പോഴും ഗംഗാധരനും രാജീവനും ഒന്നും തന്നെ മിണ്ടാതെ നിന്ന് കേൾക്കുകയാണ്. എപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. എങ്കിലും രാജീവൻ പറയുന്നുണ്ട്, മതി ബാലചന്ദ്ര, മക്കളുടെ മുമ്പിലിട്ട് ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്നത് ഒന്ന് നിർത്ത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ തരം താഴ്ത്തി സംസാരിക്കുന്നത് മാത്രമാണോ മക്കൾ കേട്ടിട്ടുള്ളത്? അതോ ഇങ്ങനെയൊരമ്മ തരം താഴ്ന്ന പ്രവർത്തികൾ കാണിക്കുന്നത് കണ്ടു നിന്ന മക്കളാണ് ഇവരെല്ലാവരും. ഇവളുടെ മക്കൾ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നവരും സാക്ഷികളുമാണ് ഈ മക്കൾ.
എന്നിട്ടിപ്പോൾ ഞാൻ പറയുന്നത് മാത്രമാണോ രാജീവിന് കുറ്റമായി തോന്നിയിട്ടുള്ളൂ? രാജീവൻ ഈ പറഞ്ഞ നാവുകൊണ്ട് തന്നെ ആ മക്കളോടൊന്ന് ചോദിക്കണം, ഈ അമ്മ എന്ത് നല്ല ബുദ്ധിയാണ് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളതെന്ന്. ഏത് തെറ്റിനെയാണ് ഈ അമ്മ തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തി തന്നിട്ടുള്ളതെന്ന്. രാജീവിന് അറിയാഞ്ഞിട്ടാണ് നിങ്ങളുടെ സഹോദരിയെ. ഈ നിൽക്കുന്ന ബബിത ഒരു സമയത്ത് ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നുവെന്നും ആ പയ്യനുമായിട്ട് അവൾ ഈ വീട്ടിൽ വന്നു പോയിരുന്നുവെന്നും കണ്ടെത്തിയതും ഈ വൈജയോട് ആദ്യമായി അത് പറഞ്ഞതും അലീനയായിരുന്നു. അലീന അന്ന് നല്ല കാര്യങ്ങളാണ് വൈജയെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും മനസ്സിലായിട്ട് പോലും അലീന ഈ വീട് നശിപ്പിക്കാൻ വന്ന ഒരാളാണെന്ന കൺസെപ്റ്റായിരുന്നു വൈജയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കുന്നു, തൻ്റെ മക്കളെ ചീത്ത സ്വഭാവത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു അലീനയുടെ നേരെ വൈജ കണ്ടെത്തിയ കുറ്റം. ഒരിക്കൽ പോലും ആ ബബിതയെ വിളിച്ചിട്ട് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു മര്യാദ കാണിക്കാത്ത ഈ സ്ത്രീ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ എന്താണ് ഈ മക്കൾക്ക് നൽകി കൊടുത്തിട്ടുള്ള ഒരു സന്ദേശം, നല്ലൊരു സന്ദേശമെന്ന് അവരോട് ചോദിച്ചറിയാൻ. മുൻപൊരിക്കൽ ഈ പറയുന്ന രോഹിത്ത് അലീനയോട് കാണിച്ച ദ്രോഹം, അന്നും രോഹിത്തിനല്ലായിരുന്നു തെറ്റ്, ഈ അലീനയുടെ ഭാഗത്തായിരുന്നു തെറ്റ്. അലീന അവരെ കയ്യും കാലും കാണിച്ച് വശീകരിക്കാൻ നോക്കി, കുടുംബം കലക്കാനായിട്ട് കയറി വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു രോഹിത്ത് കേൾക്കെ വൈജ അലീനയിൽ ചാർത്തിയിരുന്ന കുറ്റം. അന്നും അവനതൊരു തെറ്റായിട്ട് അവനും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, ഈ ഹരി വന്ന് ഇവനെ വിളിച്ചപ്പോൾ ശരണ്യെ ട്രാപ്പിലാക്കാനും ഇവൻ മുമ്പന്തിയിൽ തന്നെ ഉണ്ടായി അല്ലേ? പക്ഷേ അതെല്ലാം കണ്ടു നിൽക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് മാത്രം അവൻ ആ കേസിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതൊന്നും ഇവൾക്ക് മനസ്സിലാകുന്നില്ല. അന്ന് അലീനയോട് രോഹിത്ത് കാണിച്ച തെറ്റ് അത് തെറ്റാണെന്നും നീ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി നീ വിവാഹം കഴിക്കുന്നതുവരെ എല്ലാ പെൺകുട്ടികളും നിന്റെ സഹോദരിമാരെ പോലെയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, ഈ അമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ ഹരിയെയും അത് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ തെറ്റിന് ഹരിക്ക് കൂട്ടു നിൽക്കാതിരിക്കാനെങ്കിലും രോഹിത്തിന് കഴിയുമായിരുന്നു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഗംഗേട്ടന് തോന്നുന്നുണ്ടോ? ബാലചന്ദ്രൻ്റെ ഓരോ വാക്കുകളും വളരെ ശരിയാണെന്ന് ഗംഗാധരന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കൂടെയുള്ള രാജീവനും. മറുത്തൊന്നും പറയാൻ കഴിയാതെ നിൽക്കുന്ന ഗംഗാധരൻ ബാലചന്ദ്രനോടായി പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഏതൊരു മനുഷ്യനും തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ തിരുത്താനുള്ള അവസരവും നമ്മൾ തന്നെയല്ലേ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ നിൽക്കുന്ന വൈജയ്ക്ക് എല്ലാ തെറ്റുകളും മനസ്സിലായി, ശരണ്യ ആരാണെന്നും എല്ലാം മനസ്സിലായി. അത് പിന്നെ അങ്ങനെയല്ലേ, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഗംഗേട്ട സംഭവിച്ചിട്ടുള്ളത്. അലീനയ്ക്ക് നേരെയുണ്ടായിരുന്ന എല്ലാ ക്രൂരതകളും ചെയ്തു തീർത്തതിന് ശേഷം മാത്രം അലീനയാരാണെന്നുള്ള സത്യം വൈജ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും അലീനയുടെ മുഖത്തു പോലും നോക്കാൻ കഴിയാത്ത വിധം തരം താഴ്ന്നു നിൽക്കുകയായിരുന്നു വൈജയന്തി. അല്ലേ ഗംഗേട്ട? അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ നിൽക്കുന്ന വൈജയന്തി ഇപ്പോഴുമുള്ളത്. ഇനി ഒരിക്കലും ആ ശരണ്യയുടെയോ തൻ്റെ മകൻ്റെയോ മുഖത്തും പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വൈജയന്തി നിൽക്കുന്നത്. ഈ വീട്ടിൽ ഈ വൈജയന്തി എന്ന് പറയുന്ന അമ്മയുള്ളിടത്തോളം കാലം ഇനി ഒരിക്കലും ഈ വീടിൻ്റെ പടി കടക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് യാത്ര പറഞ്ഞ് എൻ്റെ മകൻ ട്രെയിൻ കയറിയത്. അതറിയോ ഗംഗേട്ടന്? ബാലചന്ദ്രൻ പറഞ്ഞ ആ വാക്ക് കേട്ട് അലീന പോലും ഒന്ന് ഞെട്ടി. രോഹിത്തിൻ്റെ നാവിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് മറ്റുള്ള സഹോദരിമാരും ചിന്തിച്ചുപോയി. അതൊന്നോർത്ത് ബാലചന്ദ്രൻ വിഷമിക്കാതിരിക്കെ, രോഹിത്തിനെ ഞങ്ങൾ വിളിച്ച് സമാധാനിപ്പിച്ചോളാം, അവൻ അപ്പോഴുള്ള ആ ടെൻഷനും വിഷമത്തിലും പറഞ്ഞു പോയതല്ലേ. അല്ല രാജീവേ, അവൻ അപ്പോഴുള്ള ടെൻഷനും വിഷമത്തിലും അല്ല അവനത് പറഞ്ഞിട്ട് പോയത്. 2 ദിവസമായി അവൻ ആ പെൺകുട്ടിയുമായി ഇവിടെ വന്നിട്ട്.
വന്നപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളോടും അവൻ പറഞ്ഞതാണ്, ശരണ്യ എൻ്റെ സഹോദരിയാണെന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്ത് സഹായവും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കുമെന്നും ഇത് എൻ്റെ വീടാണെങ്കിൽ ഇത് അവളുടെയും കൂടി വീടാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ പോലുമുള്ള ബുദ്ധി നിങ്ങളുടെ സഹോദരിക്ക് ഇല്ലാതെ പോയി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവളിവിടെ കാട്ടിക്കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പോലീസ് കേസ് വന്നപ്പോൾ മാത്രമല്ലേ നിങ്ങളൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുള്ളൂ. അതിനു മുമ്പ് ആ കുട്ടിയെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് എല്ലാ പണിയും എടുത്തവളാണ് ഈ നിൽക്കുന്ന നിങ്ങളുടെ സഹോദരി. പിന്നെ രോഹിത്തിനോട് നിങ്ങൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഇവിടെ കിടന്ന് അവൻ അനുഭവിച്ചതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെന്നാണ് അവനോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒന്നുമില്ല രാജീവേ, അവനെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. തൻ്റെ മകൻ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഊരിപ്പോന്നെന്നും അവിടെ നിന്നും അവൻ തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് നല്ലൊരു വിദ്യാഭ്യാസത്തിനായി പോയതാണെന്നോ അവിടെ നിന്നും തന്നെ കാണാനായി തിരിച്ചു വന്നതാണെന്നോ ഉള്ള ഒരു ചിന്തയും ഈ നിൽക്കുന്ന അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീക്കുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ശരണ്യയ്ക്ക് നേരെ ഇവർ ഓരോ ക്രൂരതകൾ ചെയ്യുമ്പോഴും തൻ്റെ മകൻ്റെ മുഖം ഇവർ ഓർക്കുമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഇല്ല ബാലചന്ദ്ര, ഇനി വൈജയുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ഒരു തെറ്റുകളും ഉണ്ടാവില്ല. ഞങ്ങൾ വാക്ക് തരുന്നു. വൈജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉള്ളത് പോലുമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അവളിവിടെ നല്ലൊരു ഭാര്യയായി നല്ലൊരമ്മയായി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും. ആ ഉറപ്പ് ഞങ്ങൾ തരികയാണ് ബാലചന്ദ്രന്. ഓ, അത്ര വലിയ ഉറപ്പുകളൊന്നും ഈ വൈജയെ കണ്ടുകൊണ്ട് നിങ്ങൾ തരല്ലേ ഗംഗേട്ടാ. നിങ്ങളെ തോറ്റ് നാണം കെട്ടു പോകും. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയണമെന്നില്ലല്ലോ. വൈജയ്ക്ക് ഒന്നും പറയാൻ പറ്റാതെ എല്ലാം കേട്ടുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, വൈജയ് നീ അകത്തേക്ക് പോ, നിന്നെ കാണാതെ അമ്മ വിഷമിക്കുന്നുണ്ട്. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെല്ല് വൈജയ്. ഗംഗേട്ടൻ്റെ വാക്ക് കേട്ടുകൊണ്ട് വൈജ അകത്തേക്ക് അമ്മയുടെ മുറിയിലേക്കായി നടക്കുകയാണ്. ഇതേ സമയത്ത് ഗംഗേട്ടൻ ബാലചന്ദ്രനോടായി പറയുന്നുണ്ട്, ബാലചന്ദ്രനോട് ഞങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.